അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അയ്യുഹ തുലാബുൽ അഇസ, മർഹബൻ ബിക്കും ജമീഅൻ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എജുബോട്ടിൻ്റെ പുതിയൊരു അറബിക് ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 4ാം ക്ലാസ്സിലെ അറബി പാഠഭാഗവുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് വരാൻ ഏറെ സാധ്യതയുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ടെക്സ്റ്റ് ബുക്കിൽ അൽ മക്കാത്തിബ്, അതായത് വിവിധങ്ങളായ ഓഫീസുകൾ, സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് പഠിക്കുവാനുണ്ട്. അവിടെ ഏകദേശം 6 പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചാണ് പാഠപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഏതൊക്കെയാണ് ആ 6 പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നാണ് നമ്മൾ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായിട്ട് സ്കൂൾ. സ്കൂൾ എന്നതിന് അറബിയിൽ അൽ മദ്റസ എന്നാണ് പറയുക. സ്കൂൾ എന്നാൽ അൽ മദ്റസ, എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് സ്കൂൾ എന്നത്. എന്താണ് സ്കൂളിൻ്റെ ധർമ്മമെന്നും എന്തിനു വേണ്ടിയാണ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് എന്നും എല്ലാവർക്കും അറിയാം. നമുക്ക് രണ്ടാമതായിട്ടുള്ള സ്ഥാപനത്തിലേക്ക് നീങ്ങാം. അൽ മുസ്തഷ്ഫ. രണ്ടാമത്തെ സ്ഥാപനം അൽ മുസ്തഷ്ഫ. അൽ മുസ്തഷ്ഫ എന്ന് പറഞ്ഞാൽ ആശുപത്രി എന്നാണ് അർത്ഥം. മൂന്നാമതായിട്ട് മക്തബു സിറാഅ, കൃഷി ഓഫീസ്, കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓഫീസ്, അല്ലെങ്കിൽ കൃഷിഭവൻ എന്നൊക്കെ നമ്മുടെ നാടുകളിൽ ഉപയോഗിക്കാറുണ്ട്. കൃഷിഭവൻ, മക്തബു സിറാഅ, അഗ്രികൾച്ചറൽ ഓഫീസ്. നാലാമതായിട്ട് മർക്കസു ഷുർത്ത. മർക്കസു ഷുർത്ത എന്നാൽ പോലീസ് സ്റ്റേഷൻ എന്നാണ് അർത്ഥം. പോലീസ് സ്റ്റേഷൻ എന്നതിന് അറബിയിൽ മർക്കസു ഷുർത്ത എന്നാണ് പറയുക. അടുത്തതായിട്ട് എല്ലാ ഗ്രാമങ്ങളിലും കാണുന്ന ഒന്നാണ് വില്ലേജ് ഓഫീസ്. വില്ലേജ് ഓഫീസ് എന്നതിന് അറബിയിൽ മക്തബുൽ ഖുറവി, മക്തബുൽ ഖുറവി, അൽ മക്തബുൽ ഖുറവി എന്നാണ് പറയാറുള്ളത്. അടുത്തതായിട്ട് പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസ് എന്നതിന് അറബിയിൽ മക്തബുൽ ബരീദ്, മക്തബുൽ ബരീദ് മാന പോസ്റ്റ് ഓഫീസ് എന്നാണ് പറയുക. ഇത്രയും കാര്യങ്ങൾ, ഏകദേശം 6 ഓഫീസുകൾ നിർബന്ധമായും പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ 6 ഓഫീസുകളും അവയ്ക്ക് എന്താണ് അറബിയിൽ പറയുന്നത് എന്നും മനപ്പാടാക്കിയ ശേഷം മാത്രമേ പരീക്ഷാ ഹാളിലേക്ക് നമ്മൾ കടന്നു ചെല്ലാൻ പാടുള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും മാസ്സലാം.